എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടാകാം. എന്തൊക്കെയായിരിക്കാം? നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറ്റു പല വസ്തുക്കളും ഉണ്ടാവാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ വസ്തുക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? ഈ വസ്തുക്കളുടെയൊക്കെ ഉള്ളിൽ എന്താണ്? ഒരു മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഘടന എന്താണെന്ന് നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സെൽ, കോശങ്ങൾ. സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന മറ്റു വസ്തുക്കൾ, ജീവനില്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാമല്ലോ. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരൊന്നും കൂടെ ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും എന്തിൽ നിന്നായിരിക്കാം ഉണ്ടായിരിക്കുന്നത്? നമുക്ക് ചുറ്റും കാണുന്ന ഏതൊരു വസ്തുവും ഏതൊരു പദാർത്ഥവും ഉണ്ടായിരിക്കുന്ന എന്തിൽ നിന്നാ? All substances around us are made from extremely small particles called molecules. വളരെ ചെറിയ കണികകളായ തന്മാത്രകൾ കൊണ്ടാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ മാറ്റർ അഥവാ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് മോളിക്യൂൾസ്? ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പഞ്ചസാര ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു പഞ്ചസാരയുടെ തരി എടുത്തു. ഞാൻ ആ പഞ്ചസാരയുടെ തരിയെ എത്രത്തോളം ചെറുതാക്കി മുറിക്കാമോ അത്രത്തോളം ചെറുതാക്കി മുറിച്ച് നമുക്ക് അതിന് ഒരു പരിധി ഉണ്ടാവുമല്ലോ മുറിക്കുന്നതിന്. ഇനി നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ ആ ഒരു ചെറിയ തരിയെ ഞാൻ ഒന്ന് രുചിച്ചു നോക്കുകയാണ്. എന്ത് തന്നെയായിരിക്കാം അതിന്റെ രുചി? മധുരം തന്നെയാണ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് അതിനാൽ ആ പദാർത്ഥത്തിന്റെ മോളിക്യൂൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ മോളിക്യൂൾസ് ആർ ദി സ്മോളസ്റ്റ് സബ്സ്റ്റൻസ് or smallest particle which make up a substance and it has all the properties of that substance. ആ പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ആർക്കുണ്ടാവും? ആ ഒരു ചെറിയ കണികയ്ക്ക് ഉണ്ടാവും. ആ കണികയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ H2 എന്നുള്ള മോളിക്യൂളിനെ നമുക്കിനി വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് നോക്കാം. H2O, അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് അടങ്ങിയിരിക്കുന്നത്. 2 ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വരുന്ന ഒരു യൂണിറ്റ് ആണ് H2O മോളിക്യൂൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടതുവശത്ത് മോളിക്യൂളുകളുടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിങ്ങൾക്ക് കാണാം. ഒരു ഓക്സിജനാണ് പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ചേർന്നുണ്ടായ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ് ആണ് H2Oയുടെ മോളിക്യൂൾ. ഞാൻ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? നോക്കൂ, ആ മഞ്ഞ 2 ബോളുകൾ കണ്ടോ? ആ 2 ബോളുകളെയാണ് നമ്മൾ ഹൈഡ്രജൻ ആ 2 ബോളുകളാണ് അപ്പോൾ H2O എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ആയ മോളിക്യൂളിനെ വീണ്ടും എനിക്ക് വിഘടിച്ച് 2 ഭാഗങ്ങളാക്കി മാറ്റാം. പിങ്ക് ബോൾ ആയ ഓക്സിജനും മഞ്ഞ ബോളുകളായ ഹൈഡ്രജനും. അപ്പോൾ മോളിക്യൂളുകളാണോ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ്? അല്ല. Molecules can be further divided into smaller particles called atoms. അപ്പോൾ മോളിക്യൂളുകളെ അല്ലെങ്കിൽ തന്മാത്രകളെ നമുക്ക് വീണ്ടും വിഘടിച്ച് ഡിവൈഡ് ചെയ്ത് മറ്റൊരു ചെറിയ പാർട്ടിക്കിളിലേക്ക് മാറാം. അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് H2O ആയിരുന്നു. അപ്പോൾ വെള്ളത്തിന്റെ മോളിക്യൂളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹൈഡ്രജനും ഓക്സിജനും. അതിനെ വിഘടിച്ചു കഴിഞ്ഞാൽ അത് എന്തായി മാറി? ഹൈഡ്രജൻ പ്രത്യേകമായി മാറി, ഓക്സിജൻ പ്രത്യേകം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു മോളിക്യൂളുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. മോളിക്യൂളുകളല്ല ഏറ്റവും ചെറിയ പാർട്ടുകൾ. മോളിക്യൂളിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് അതിനേക്കാൾ ചെറിയ കണികകളായ ആറ്റംസിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താണ് ആറ്റം അല്ലെങ്കിൽ ആറ്റം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ജോൺ ഡാൾട്ടൺ. അദ്ദേഹം 1807 അദ്ദേഹത്തിന്റെ അറ്റോമിക് തിയറിയിലൂടെയാണ് ആറ്റം എന്നുള്ള ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മോളിക്യൂളുകളെ ഡിവൈഡ് ചെയ്ത് ആറ്റമാക്കി മാറ്റാമെന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് കാണിക്കുന്നത് ഒരു
ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് മോളിക്യൂൾ അല്ല, അതിനേക്കാൾ ചെറിയ ഒരു കണിക അതിനുണ്ട്, അതിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു മാറ്റർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂളുകളായി മാറുകയും ഈ മോളിക്യൂളുകൾ ചേർന്നാണ് മാറ്റർ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആറ്റം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ മാറ്റർ. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടായിരിക്കുകയാണ്, ഒരു സെഞ്ചുറി അടുപ്പിച്ചായിട്ടുണ്ട്. ഇതിൽ ഒരു ജോൺ ഡാൾട്ടനെ കുറിച്ച് ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കളറുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. ചില കളറുകൾ തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. ഇതൊരു അസുഖമാണ്. ഈ ഒരു അസുഖത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് കളർ ബ്ലൈൻഡ്നെസ് എന്നാണ്. മലയാളത്തിലാണെങ്കിൽ അതിനെ വർണ്ണാന്ധത എന്ന് പറയും. അപ്പോൾ കളറുകൾ വ്യത്യാസപ്പെട്ട് തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം സയൻസ് ഫീൽഡിൽ ഒരുപാട് ശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംഭാവനകളും നൽകിയിട്ടുള്ള ആളായതുകൊണ്ട് ഈ ഒരു അസുഖത്തിന് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ നമ്മൾ ഡാൾട്ടണിസം എന്നാണ് പറയുന്നത് ഈ ഒരു അസുഖത്തിനെ. ഇത് നിങ്ങളുടെ അറിവിലത്തേക്കായിട്ട് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു ആറ്റം എന്നുള്ള വാക്ക് കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ അത് എവിടെയാണ് കൊണ്ടുവന്നത്? ഹി പ്രപ്പോസ്ഡ് ദിസ് ഇൻ ദി അറ്റോമിക് തിയറി ഇൻ ദ ഇയർ 1807. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോമിക് തിയറിയെ കുറിച്ചാണ്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം. അപ്പോൾ ജോൺ ഡാൾട്ടൺ ഈ ഒരു തിയറിയിലൂടെ ആറ്റത്തെക്കുറിച്ചും ആറ്റത്തിന്റെ എല്ലാ സവിശേഷതകളെക്കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ജോൺ ഡാൾട്ടൺ ഈ തിയറികൾ കൊണ്ടുവന്നതെല്ലാം ഹീസ് ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായിട്ടുള്ള ചിന്തകളിലൂടെയാണ് അദ്ദേഹം ഈ ഒരു തത്വം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനും സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസുകളോ ഒരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനോ ഇല്ലാതെയാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്. വിത്തൗട്ട് എനി സയന്റിഫിക് എവിഡൻസസ് ഓർ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ, ഒരു തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളോ അതോ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു തെളിവുകളോ ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ യുക്തി വെച്ച് മാത്രമാണ് അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ടുവന്നത്. എന്നിട്ട് പോലും ഈ ഒരു തിയറിയെ എതിർത്ത് പറയാനോ അല്ലെങ്കിൽ ഈ ഒരു തിയറി തെറ്റാണെന്ന് പറയാനോ ഒരാൾക്കും സാധിച്ചിരുന്നില്ല. പകരം ഈ ഒരു തിയറിയിലൂടെ ആറ്റം എന്താണെന്നും അതിൽ നിന്നും എങ്ങനെയാണ് മോളിക്യൂളുകൾ ഉണ്ടാവുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു പദാർത്ഥം മാറ്റർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തിയറിയുടെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് 6 പോസ്റ്റുലേറ്റുകൾ അല്ലെങ്കിൽ 6 ആശയങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ ആദ്യത്തെ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് മാറ്റർ ഉണ്ടായിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഏറ്റവും ചെറിയ കണികകളായ ആറ്റംസിൽ നിന്നാണ്. നമ്മളെ സെല്ലുകൾ കൂടി ചേർന്ന് മനുഷ്യ ശരീരം ഉണ്ടാവുന്നത് പോലെ ആറ്റംസ് കൂടി ചേർന്നാണ് മാറ്റർ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആറ്റംസ് cannot be divided during chemical reaction. Atoms can neither be created nor destroyed. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റംസിനെ നമുക്കൊരു റിയാക്ഷനിലൂടെ പുതുതായി ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ കഴിയില്ല. അവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആവാനുള്ള കാരണം ഈ പോയിന്റിലൂടെ ഡാൾട്ടൺ പറയുന്നത് ആറ്റത്തിനെ നമുക്ക് വിഭജിക്കാൻ പറ്റില്ല, ആറ്റത്തിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ജോൺ ഡാൾട്ടൺ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ആറ്റത്തിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. നമ്മൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു ആറ്റവും ഈ പ്രപഞ്ചം ഉണ്ടായ സമയം തൊട്ടേ ഉള്ളതാണ്. അതിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതിനൊരു നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാം. നമ്മൾ തടി കത്തിക്കുന്നു. തടി കത്തിക്കുമ്പോൾ നമ്മൾ കത്തിച്ചു കഴിയുമ്പോൾ അത് ചാരമായിട്ട് മാറും. നമ്മൾ വിചാരിക്കുന്നു അത് നശിച്ചു പോയിന്ന്. സത്യത്തിൽ അത് നശിച്ചു പോവുകയാണോ ചെയ്തത്? അല്ല, അത് അതിൻ്റെ രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. എങ്ങനെയാണ്? തടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബൺ കത്തിച്ചു കഴിഞ്ഞാൽ അത് എന്തായി മാറും? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന കാർബൺ ഇപ്പോൾ ഏത് രൂപത്തിലായി എന്ന് മാത്രമേ ഉള്ളൂ? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നശിച്ചു പോകുന്നുമില്ല, പുതുതായിട്ട് ഉണ്ടാകുന്നുമില്ല.
ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരേ എലമെന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ഓക്സിജൻ എടുത്തു, ഓക്സിജന്റെ ഒരു ആറ്റം എടുത്തു, ഓക്സിജന്റെ മറ്റൊരു ആറ്റം എടുത്തു. ഈ രണ്ട് ഓക്സിജനെയും ഞാൻ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിന്റെ പല രീതിയിലുമുള്ള ഗുണങ്ങൾ, അതും അതുപോലെ തന്നെ അയാളുടെ സൈസ്, അയാളുടെ വെയിറ്റ്, അയാളുടെ മാസ്, ഇതെല്ലാം കണ്ടുപിടിച്ച് നോക്കി. കണ്ടുപിടിച്ച് നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഒരേ എലമെന്റ് ആണെങ്കിൽ അവരുടെ എല്ലാ പ്രോപ്പർട്ടീസും മാസും സൈസും ഒരുപോലെ ആയിരിക്കും. ഞാൻ എടുത്തത് 2 ഓക്സിജൻ അല്ലേ, അപ്പോൾ ഓക്സിജന്റെ 2 ആറ്റംസും ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അവർക്ക് ഒരു വ്യത്യാസവും കാണില്ല. ഇതിനെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വച്ചാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഏതാണ് ഞാൻ എടുത്തതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവരെല്ലാം ഒരുപോലെ ആയിരിക്കും. അതേപോലെയാണെങ്കിൽ നമ്മുടെ നാലാമത്തെ പോയിന്റ് വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വിൽ ഡിഫർ ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഞാൻ ഓക്സിജൻ, നേരത്തെ ഞാൻ 2 എടുത്തത് ആരെയായിരുന്നു? ഓക്സിജൻ. ഇപ്പൊ ഞാൻ ഒരു ഓക്സിജനും എടുത്തു, ഒരു ഹൈഡ്രജനും എടുത്തു. വ്യത്യാസം ഉണ്ടാവില്ലേ? വ്യത്യാസം ഉണ്ടാവും. ഓക്സിജൻ കുറച്ച് വലിപ്പത്തിലിരിക്കുമെങ്കിൽ ഹൈഡ്രജൻ കുറച്ച് കുഞ്ഞായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ദേ വിൽ ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഓക്സിജൻ നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ശ്വസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഓക്സിജൻ. അതേസമയം ഹൈഡ്രജൻ നമ്മൾ ശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വ്യത്യാസങ്ങൾ അവരിൽ ഉണ്ടാവും. സോ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് വിൽ ഷോ സെയിം പ്രോപ്പർട്ടീസ്, while atoms of different elements will show different properties. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റും പഠിച്ചു. ഇനി അഞ്ചാമത്തെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. ആറ്റംസ് ഈസ് ദ സ്മോളസ്റ്റ് particle that can take part in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരു പ്രവർത്തനം നമ്മൾ നടത്തി. ആ ഒരു റിയാക്ഷന്റെ സമയത്ത് ആ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു ആറ്റമെങ്കിലും ഉണ്ടാവണം. ഒരു ആറ്റമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റിയാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അവിടെ ആരും ഇല്ലെങ്കിൽ അവിടെ ഒരു രാസപ്രവർത്തനങ്ങളും നടക്കില്ല. സോ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ പോയിന്റ് നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in simple ratio. അതിന് നമുക്കൊരു ഉദാഹരണം പറയാം. വെള്ളം തന്നെ എടുക്കാം. വെള്ളത്തിന്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ടറിന്റെ ഫോർമുല എന്താ? H2O. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ആ ഒരു H2Oയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അതേസമയം ഓക്സിജൻ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരു ഓക്സിജന് വെള്ളം ഉണ്ടാക്കണമെങ്കിൽ എത്ര ഹൈഡ്രജൻ വേണം? 2 ഹൈഡ്രജൻ വേണം. ഒരു ഓക്സിജന് വെള്ളമായിട്ട് മാറണമെങ്കിൽ അതിന് എത്ര ഹൈഡ്രജൻ കയറി വരണം? 2 ഹൈഡ്രജൻ ചേരണം. അപ്പൊ 2 ഹൈഡ്രജന്റെ കൂടെ ഒരു ഓക്സിജൻ ചേരുമ്പോഴാണ് അവരെന്തായി മാറുന്നത്? വാട്ടറായി മാറുന്നത്. ഈ ഒരു അനുപാതം അവരെല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഏത് വെള്ളം എടുത്ത് നോക്കിയാലും വാട്ടർ ആണെങ്കിൽ, H2O ആണെങ്കിൽ അതിന്റെ ഫോർമുല എന്ത് തന്നെയായിരിക്കും? H2O. ഒരു ഓക്സിജന് എത്ര ഹൈഡ്രജൻ എന്നുള്ള കണക്ക്? 2 ഹൈഡ്രജൻ എന്നുള്ള കണക്ക്. അപ്പോൾ there is a simple ratio between the 2 elements when they are combined to form compounds. ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ 2 എലമെന്റുകൾ ചേർന്ന് ഒരു കോമ്പൗണ്ടായി മാറുക. ഹൈഡ്രജൻ എന്ന എലമെന്റ് ഓക്സിജൻ എന്നുള്ള എലമെന്റും ചേർന്ന് വാട്ടർ എന്ന കോമ്പൗണ്ടായി മാറുക. അപ്പോൾ അവരൊരു സിമ്പിൾ റേഷ്യോ എപ്പോഴും ഫോളോ ചെയ്യും. വെള്ളത്തിൽ എങ്ങനെയായിരിക്കും റേഷ്യോ? 2 ഹൈഡ്രജന് 1 ഓക്സിജൻ, അതായിരിക്കും റേഷ്യോ. അപ്പോൾ ഇതാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതായിരുന്നു? രണ്ടാമത്തേത്, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് നമുക്ക് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞത് ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിന്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞത്. ഇത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് ഇനിയോട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയെ കുറിച്ച് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണോന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ്. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റുകളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണ്. നമ്മൾ 2-3 എക്സ്പെരിമെന്റ് നടത്തി നോക്കി. ആദ്യത്തെ എക്സ്പെരിമെന്റ്, ഒരു ചീപ്പ് എടുക്കുക, ഒരു കോമ്പ് എടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ, എണ്ണ തേച്ച ഹെയർ അല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരയ്ക്കുക.
ഉരച്ചതിന് ശേഷം ആ കോമ്പ് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് പേപ്പറുകൾ കീറിയിട്ടിട്ട് കുറച്ച് പേപ്പർ ബിറ്റ്സ് എടുക്കുക. ആ പേപ്പറിന്റെ മുകളിലായിട്ട് വെച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായിരിക്കും കാണുന്നത്? നിങ്ങളുടെ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, കോമ്പിലേക്ക് പേപ്പർ എന്ത് ചെയ്തിരിക്കുകയാണ്? ദേ ഗെറ്റ് അട്രാക്റ്റഡ്. അവർ അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? അതേസമയം മറ്റൊരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്യാം. ടേക്ക് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ. വീർപ്പിച്ചൊരു ബലൂൺ എടുക്കുക. വീർപ്പിച്ചൊരു ബലൂൺ എടുത്തിട്ട് അതിനെ നിങ്ങളുടെ ഡ്രൈ ഹെയറിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം അത് ആ സർഫസിൽ നിന്നും നിങ്ങളുടെ കൈയിലേക്കോ അല്ലെങ്കിൽ തലമുടിയുടെ മുകളിലേക്ക് വെച്ചാലും മതി, അല്ലെങ്കിൽ കൈയിലേക്കോ അത് പിടിച്ചു നോക്കുക. എന്തായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അനുഭവിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ തലയിലേക്കാണ് നിങ്ങൾ പിടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലമുടി ആ ബലൂണിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. നിങ്ങളുടെ കയ്യിലേക്കാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള രോമം ഉണ്ടല്ലോ, അത് ആ ബലൂണിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നത്? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, 2 വ്യത്യസ്ത ചാർജുകൾ അടുത്തേക്ക് വന്നാൽ അവരെന്ത് ചെയ്യുമെന്ന്? അട്രാക്ട് ചെയ്യുമെന്ന്. അപ്പോൾ അട്രാക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? 2 വ്യത്യസ്ത ചാർജുകൾ തമ്മിൽ വരുമ്പോഴാണ്. അപ്പോൾ ചാർജുകൾ വരുമ്പോഴാണ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ എന്താ തെളിയിച്ചത്? ആറ്റത്തിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ നമുക്ക് പറയാം ആറ്റത്തിന്റെ ഉള്ളിൽ ചാർജ് അടങ്ങുന്ന മറ്റ് ചില പാർട്ടിക്കിൾസ് കൂടെ ഉണ്ട്. അത്തരത്തിലുള്ള ചാർജ് അടങ്ങുന്ന പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്ത എക്സ്പെരിമെന്റുകൾ എല്ലാം ഒരു അട്രാക്ഷൻ കാണിച്ചത്. അപ്പോൾ ചാർജുകൾ ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ആറ്റത്തിന്റെ അകത്ത് ചാർജ് ഉള്ള എന്തോ പാർട്ടിക്കിളുകൾ, എന്തോ കണികകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡാൽട്ടൺ പറഞ്ഞത് തെറ്റല്ലേ? ഡാൽട്ടൺ പറഞ്ഞത് ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ആറ്റത്തിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആറ്റത്തിന്റെ ഉള്ളിൽ വീണ്ടും ആറ്റത്തിനേക്കാൾ കുഞ്ഞായ കണികകൾ ഉണ്ട്. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു നിർത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് തെളിയിക്കുന്ന ഇതൊന്നും നമുക്ക് സയന്റിഫിക് ആയിട്ടങ്ങ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് പഠിച്ചു നിർത്താൻ പോകുന്നത്. നമ്മൾ അടുത്ത ദിവസം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ആറ്റത്തിന്റെ ഉള്ളിൽ ചാർജ് അടങ്ങിയ മറ്റ് ചില കണികകൾ ഉണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്നതിന് പാകത്തിലുള്ള കുറച്ച് എക്സ്പെരിമെന്റുകളും അത് ചെയ്ത സയന്റിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അത് ചെയ്ത് സയന്റിസ്റ്റുകളും എക്സ്പെരിമെന്റുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആറ്റത്തിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ആറ്റത്തിന്റെ പുതിയൊരു സ്ട്രക്ചറിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ളത് നന്നായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കുക.